ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ഒരു കാര്യം ആത്മാർത്ഥതയോടെ ഞാൻ നിങ്ങളോട് ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ പിതാവേ, നിങ്ങൾ സന്തോഷവാനാണോ? എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, നിങ്ങൾ സന്തോഷവതിയാണോ? എന്നെ കേൾക്കുന്ന പ്രിയ തലമുറയെ നിങ്ങളുടെ ഭാഷയിൽ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും ഓക്കെയാണോ? എന്തുകൊണ്ട് ഞാനിത് ചോദിച്ചെന്ന് ചോദിച്ചാൽ കാരണം മറ്റൊന്നുമല്ല, ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം. ഞങ്ങളുടെ ചുറ്റുപാട് ഒത്തിരി മാറിയിരിക്കുന്നു. ഞങ്ങളുടെ സഹോദരങ്ങൾ ഒത്തിരി മാറിയിരിക്കുന്നു. ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾ ഒത്തിരി മാറിയിരിക്കുന്നു. ഞങ്ങളുടെ സുഹൃത്തുക്കൾ, സ്നേഹിതന്മാർ ഒരുപാട് മാറിയിരിക്കുന്നു. കാരണം എന്താണ്? എവിടെയൊക്കെയോ മാറ്റങ്ങൾ പലതും നമ്മുടെ ചുറ്റുപാട് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ വേണ്ടതുപോലെ ഒരു സമാധാനമില്ലാതെ അലയുന്നവർക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചാൽ അവർക്ക് ആവശ്യം മറ്റൊന്നുമല്ല, അവർക്ക് ആവശ്യം സമാധാനം മാത്രമാണ്. ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമെന്ന് ചോദിക്കുമ്പോൾ പലരും പറയുമായിരുന്നു, അല്പം സാമ്പത്തികമൊക്കെ ഉണ്ടെങ്കിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയും. ചിലർ പറയും ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് സ്നേഹം ഉണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയും. എന്നാൽ ആ ഓരോ വിഷയത്തിനകത്തും അടിവരയിടേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ വളരെയധികം സമ്പന്നനായ ഒരു വ്യക്തി കഴിഞ്ഞ നാളുകളിൽ അദ്ദേഹം എല്ലാമുണ്ട് എങ്കിലും അദ്ദേഹത്തിന് വേണ്ട പോലെ സമാധാനമില്ലഞ്ഞുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? താൻ പുതുതായി പണിത 5 കോടിയുടെ ഭവനത്തിനകത്ത് അദ്ദേഹം ഒരു ചെറു കയറിനകത്ത് ജീവിതം അവസാനിപ്പിക്കാനിടയായി തീർന്നു. എന്തുകൊണ്ട് അത് സംഭവിച്ചു? എല്ലാമുണ്ട്, പക്ഷേ അനുഭവിക്കേണ്ട ഒരു സമാധാനം അദ്ദേഹത്തിനില്ലായിരുന്നു. എന്നാൽ ഒരു സമയം നമ്മൾ പറയുന്നു ഒന്നും വേണ്ട, ഒരു സ്നേഹമുണ്ടെങ്കിൽ. അങ്ങനെയെങ്കിൽ സ്നേഹം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് അമ്മയുടെ സ്നേഹമാണ്. അമ്മയുടെ സ്നേഹം. ഈ അമ്മയുടെ സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ആരുടെയൊക്കെ സ്നേഹം മാറിയാലും പെറ്റ അമ്മ കുഞ്ഞിനെ മറക്കത്തില്ല, പെറ്റ തള്ള കുഞ്ഞിനെ മറക്കത്തില്ല. എന്നാൽ ഒന്നും പറയണ്ട, ഞാനിവിടെ ഒന്നും പറയാതെ തന്നെ കഴിഞ്ഞ നാളുകൾ നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് വന്ന പത്രമൊന്ന് എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്കൊന്നറിയാം, അയ്യോ അവിടെയും ഞാൻ സുരക്ഷിതനല്ല, ഞാൻ